പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ സ്വർഗം പടച്ചു. എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള 1000 വാതിലുകൾ ഷോർട്ട്കട്ടൊക്കെ തുറന്നു വെച്ചു. എന്നിട്ടും ഞങ്ങൾ സ്വർഗത്തിലേക്കില്ല എന്ന് പറയുന്നൊന്നുമില്ല. പക്ഷേ പ്രവർത്തനം അങ്ങനെയാണ്. 3 പ്രവർത്തനങ്ങൾ അവർക്ക് സ്വർഗപ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും ഞാനായി പോകുന്നുണ്ട്, നമ്മുടെ മക്കളായി പോകുന്നുണ്ട്, കുടുംബമായി പോകുന്നുണ്ട്. ഏതാണ് ആ 3 പ്രശ്നം? സ്വർഗം ഒരിക്കലും കിട്ടാത്ത പ്രശ്നം തീർച്ചയായും നമ്മൾ അറിയേണ്ടതാണ്. അതറിഞ്ഞ് പ്രശ്നം പരിഹരിച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ സന്തോഷത്തോടെ പോകാം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മുറാദുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അള്ളാഹു ഹാസ്വിലാക്കട്ടെ. എല്ലാവരുടെ പ്രയാസം അള്ളാഹു മാറ്റട്ടെ. രോഗങ്ങൾ, കടങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാവധി അവൻ്റെ സാധുക്കളായ അടിയാറുകളായ നമുക്ക് സ്വർഗം വാങ്ങിത്തരാനുള്ള, സ്വർഗം നമുക്ക് അനുവദിക്കാനുള്ള മാർഗങ്ങൾ, വാതിലുകൾ നമ്മുടെ മുന്നിൽ മലക്കെ തുറന്നിരിക്കുക. സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പം ഷോർട്ട് കട്ടുണ്ട്. എല്ലാ സൗകര്യം അല്ലാഹു ചെയ്തിട്ടുണ്ട്. മാക്സിമം എൻ്റെ അടിമ സ്വർഗത്തിൽ പോയി സന്തോഷിക്കണം. അതാണല്ലോ സ്വന്തം ഉമ്മയേക്കാൾ സ്നേഹമുള്ള, ഹദീസിൽ പറഞ്ഞതുപോലെ സ്വന്തം ഉമ്മിച്ചി, സ്വന്തം ബാപ്പ, അവരേക്കാൾ വാത്സല്യവും സ്നേഹവും ഇഷ്ടമുള്ള അള്ളാഹുവിന് നമ്മൾ വിഷമിക്കുന്നത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് മാക്സിമം നമ്മളെ നന്മയിലേക്ക്, സുഹൃതത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ തുറന്നു വച്ചിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. എന്നിട്ടും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാതെ വാശി പിടിച്ച് ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറില്ല, ഞങ്ങൾ നരകാവകാശികളാകാനാ തീരുമാനിച്ചത് എന്നുള്ള ഒരു തീരുമാനത്തിനധിഷ്ഠിതമായ പറയുന്നില്ല. പക്ഷേ പ്രവർത്തനം അങ്ങനെയാണ്. പ്രവർത്തനം അങ്ങനെ. ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയും, റമളാനിലൊക്കെ പ്രത്യേകിച്ച് പറയും, അസ്അലുക്കൽ ജന്ന, അസ്അലുക്കൽ ജന്ന, അസ്അലുക്കൽ ജന്ന, നിന്നോട് സ്വർഗം ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദുആയൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രവർത്തനം വേറെ റൂട്ടിലൂടെയാണ്. സ്വർഗത്തിലേക്കുള്ള റൂട്ട് സിറാത്തുൽ മുസ്തഖീം റൂട്ടിതാണ്. പക്ഷേ ആ റൂട്ടിലേക്കാണ് ദുആ ചെയ്യുന്നത്. പക്ഷേ അവർ ആ വഴിയിലേക്ക് കയറുന്നതന്നെയില്ല. ആ എൻട്രൻസ് തന്നെ അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അവർ പോകുന്നത് മുഴുവനും നരകത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുന്ന റൂട്ടിലൂടെയാണ്. അത് വല്ലാത്ത പ്രശ്നമാണെന്നാണ്. ഖിയാമത്ത് നാളിൽ ഇമാം നസായി തങ്ങൾ കൊണ്ടുവന്ന ഹദീത്ത്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല മുത്തബിഉ സുന്ന, മഹാനായ പ്രസിദ്ധ പ്രമുഖ സ്വഹാബിയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള ഞങ്ങളോട് പറഞ്ഞു, ഹദീത്ത് കേട്ടോളൂ, സലാസത്തുൽ ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ടീമിനെ നോക്കുകയില്ല. അല്ലാഹു അവരിലേക്ക് നോക്കില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റഹ്മത്തോ കാരുണ്യോ കിട്ടില്ല. അവർ പരാജയപ്പെട്ടവരാണെന്ന് ഉറപ്പായി. ഏറ്റവും വേദനയാണ്. അവർക്കൊരു രക്ഷ ഉണ്ടാവില്ല. അങ്ങനെയുള്ള വിഭാഗമുണ്ട്. 3 വിഭാഗം ആളുകൾ. ആ 3 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ തന്നെ സംഗതി പോയി. അത് പെടാതിരിക്കാനാണ് ഈ ഹദീസ് ഞാൻ പറയുന്നത്. എൻ്റെ നഫ്സിനോട്, നിങ്ങളോട് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കൾക്ക് ഇഷ്ടക്കേട് വന്നിട്ടുള്ള മക്കൾ. അവർ ആരാണെങ്കിലും, വലിയ മുസ്ലിയാരാണല്ലോ, യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്, വലിയ പള്ളിയിലെ ചീഫ് ഇമാമാണ്, ആകാം, പണ്ഡിതനാകാം, ആബിദാകാം, നല്ല ഇബാദത്തെടുക്കുന്ന ആളാകാം, സമൂഹത്തിൽ പൊതുപ്രവർത്തകരാകാം, അല്ലേ, സമൂഹത്തിൻ്റെ അത്താണിയാകാം, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാകാം, അങ്ങനെ എല്ലാ പ്രവർത്തനം ഓടി നടക്കുന്നവരാകാം. പക്ഷെ എന്താകാൻ പാടില്ല? അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കൾക്ക് ഇഷ്ടക്കേട് വന്നിട്ടുള്ള. പലപ്പോഴും അവർ പറയുന്നില്ല എനിക്ക് നിന്നോട് ഇഷ്ടമല്ല, പക്ഷേ അവരുടെ നെഞ്ചിൽ വല്ലാത്ത പ്രയാസം ഉണ്ടാകും. നമ്മുടെ ചില കമൻറ്റുകൾ, ചില വോയിസുകൾ, ചില സംസാരം, പെരുമാറ്റം അവർക്ക് വല്ലാത്ത വേദനയാക്കി. അവർക്ക് നമ്മളോടൊരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട് എങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ തുടർന്നാൽ, മരിക്കേണ്ടി വന്നാൽ പ്രശ്നമാണ്. നമുക്ക് അള്ളാഹിൻ്റെ നോട്ടം ഉണ്ടാകില്ല. അപ്പോൾ മുദ്മിനുൽ ഖംർ, ലഹരി പദാർത്ഥങ്ങൾ സ്ഥിരം ഉപയോഗക്കാരനായി എപ്പോഴെങ്കിലൊക്കെ സംഭവിച്ചു, തൗബ ചെയ്തു മടങ്ങി, പിന്നെ അതിലേക്ക് പോയില്ല, അള്ളാഹു മാപ്പാക്കുമെന്നതുള്ളതിൽ ഒരു തർക്കമില്ല. അതിൽ വേറെ മദ്ഹബൊന്നും അന്വേഷിക്കേണ്ട. ഒറ്റ മദ്ഹബേ ഉള്ളൂ, അള്ളാഹു മാപ്പാക്കും. സംഭവിച്ചു പോയി, അള്ളാഹിനോട് തൗബ ചെയ്താൽ. ഇവിടെയോ അതിങ്ങനെ
തൗബയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഇപ്പോഴും ലഹരി പദാർത്ഥങ്ങൾ ചുണ്ടിൻ്റെ അടിയിലോ നാവിനടിയിലോ അല്ലെങ്കിൽ വാസനിക്കലോ കുത്തലോ വലിക്കലോ പലതും ആകാം. ഏതെല്ലാം രീതിയിലുണ്ടോ തീർച്ചയായും അത്തരക്കാർക്ക് അള്ളാഹിൻ്റെ നോട്ടം ഉണ്ടാകില്ല. അള്ളാഹ്ക്ക് വെറുപ്പാണ് ആ കൗമിനോട്, ആ ടീമിനോട്. ഇനി കേട്ടോളൂ, വൽ മന്നാനു അത്വാഅഹു, അവൻ കൊടുത്ത നൽകുന്ന കാര്യങ്ങൾ മിന്നത്ത് പറയാം, എടുത്തു പറയാം. ഞാൻ അവിടെ അത്ര കൊടുത്തു, ഞാൻ ഇത്ര ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ. ആണായാലും പെണ്ണായാലും മന്നാനും മന്നാനത്തും നമുക്ക് പറ്റില്ല. പെണ്ണായാലും പറ്റില്ല, ആണായാലും പറ്റില്ല. ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു പറയാം. ഒരു കാര്യം, ഒരു നന്മ ചെയ്താൽ ഒരു 4 ആളോടത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കു വരില്ല. ആ ഒരു രീതി പ്രിയപ്പെട്ടവരെ അള്ളാഹിൻ്റെ നോട്ടം നാളെ ഖിയാമത്ത് നാളിലുണ്ടാവില്ല. അപ്പോൾ ആ അമല് പോയി, ആ അധ്വാനം പോയി എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകില്ല. അങ്ങനെ പരാജയപ്പെട്ടു പോകും. ആർക്കും ഉണ്ടാകാൻ പാടില്ല. അത് ഏറ്റവും നല്ലത്. വസലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പോകാമെന്ന് കരുതിയിട്ട് വെറുതെ ദുആ ചെയ്ത് നേരം കളയണ്ട, അതിനുവേണ്ടി തലകൊത്തി മറിയൊന്നും വേണ്ട. 3 വിഭാഗം ആളുകൾ. അവർ ഇങ്ങനെ ഈ 3 വിഭാഗം ആണെങ്കിൽ പിന്നെ വെറുതെ സ്വപ്നം കണ്ട് നടക്കണ്ടെന്ന്. സ്വർഗം ലാ യദ്ഖുലൂനൽ ജന്ന സാധ്യമല്ല. എന്നിട്ട് പറയുന്ന അൽ ആഖിലി വാലിദൈൻ, നേരത്തെ പറഞ്ഞില്ലേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വാക്ക് നോക്കുണ്ടാക്കുന്ന പ്രവർത്തനമുണ്ടാക്കുന്ന മക്കൾ, ആ മക്കൾക്ക് തീർച്ചയായും സ്വർഗപ്രവേശനമില്ല. അപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുന്നത് വരെ അവൻ്റെ വാപ്പ ഉമ്മ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഭാര്യയായി കൊണ്ടുവന്ന അവളുടെ വാപ്പ ഉമ്മ, നമ്മൾ ഭർത്താവായി സ്വീകരിച്ച അവൻ്റെ വാപ്പ ഉമ്മ, ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ മക്കാമിലേക്ക് വരിക. നമ്മുടെ മാതാപിതാക്കളെ പോലെ അള്ളാഹിൻ്റെ ശറഅ അനുവദിച്ച് ദീൻ അങ്ങനെയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. നമുക്കങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹു കൊടുത്ത സ്ഥാനമാണ്. അപ്പോൾ അവർക്കും പ്രയാസം ഉണ്ടാക്കുക, അതൊക്കെ വലിയ പ്രശ്നമാണ്. അതൊക്കെ വല്ലാത്ത പ്രശ്നമാണ്. അൽ ഖാലത്തു ബി മൻസിലത്തി ഉമ്മിൻ, ഉമ്മയുടെ സഹോദരി എളീമ മുത്തുമ്മ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഉമ്മയുടെ സ്ഥാനത്താണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെയൊക്കെ പ്രയാസപ്പെടുത്തിയാലും വിഷമമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ട്, നമ്മൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ നെഞ്ചി കിടക്കുന്ന അവൾ അന്ന് പറഞ്ഞത് എൻ്റെ നെഞ്ചിൽ തറച്ചു കിടക്കുക എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ പരമാവധി പൊരുത്തപ്പെടിച്ചങ്ങോട്ട് ബ്ലാങ്ക് ആക്കുക, തുടച്ചു മാറ്റിക്കളയാ. അല്ലെങ്കിൽ ലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗപ്രവേശനം ചുമ്മാ സ്വപ്നം കാണണ്ട എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദയ്യൂസിനും സ്വർഗപ്രവേശനം ഇല്ല. ആരെ ഈ ദയ്യൂസ്? ദയ്യൂസ് എന്ന് പറയുമ്പോൾ വേറെ ഏതോ നാട്ടുകാരായിരിക്കാം, വേറെ ഏതോ ഭൂഖണ്ഡത്തിൽ വൻകരയിൽ താമസിക്കുന്ന ആളുകളാണ്. നമ്മളായിട്ട് ബന്ധമില്ല. അടുത്തത് പറഞ്ഞോ ഉസ്താദേ, ബന്ധമുണ്ട്. ഒരു പക്ഷേ ഞാൻ അതിൽ പെട്ടുപോയിട്ടുണ്ടാകാം, നമ്മളതിൽ പെട്ടുപോയിട്ടുണ്ടാകാം. ദയ്യൂസിനും അള്ളാഹു സ്വർഗപ്രവേശനം ഒരിക്കലും അനുവദിക്കില്ല, നടക്കില്ല സ്വർഗം. ആരാ ദയ്യൂസ്? ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ആരാണവർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ആരാ? തൻ്റെ ഫാമിലി, തൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ, വീട്ടുകാർ. അവർ ഹറാമായ കാഴ്ചകൾ കാണുക, ഹറാമായ കേൾവികൾ കേൾക്കുക, ഹറാമായ ആസ്വാദനങ്ങൾ ആസ്വദിക്കുക. ഇതെല്ലാം കണ്ടിട്ട് അതിനെയെല്ലാം മൗനാനുവാദം, വാപ്പിച്ചിക്ക് വർത്താനമൊന്നുമില്ല. വീട്ടിലെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഒരു പക്ഷേ അവർ അതിൻ്റെ കൂടെ കൂടാതിരിക്കാം. വാപ്പിച്ചി അതിൻ്റെ കൂട്ടത്തിലുണ്ട്, ആ ആസ്വാദനങ്ങളിൽ കാണാനോ കേൾക്കാനോ എന്തോ ആയിക്കോട്ടെ ആ കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ അവരില്ല, അവർ ഓത്തും ബെയ്ത്തും സുബഹിസ്കാരൊക്കെ ആയിട്ട് തഹജ്ജുദൊക്കെ ആയിട്ട് നടക്കുകയാണ്, ആയിക്കോട്ടെ. രണ്ടും അവർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അവർ ദയ്യൂസുകളാണ്. ലാ യദ്ഖുലൂനൽ ജന്ന, അവർക്ക് സ്വർഗമില്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് മദ്ഹബിൻ്റെ അഭിപ്രായമല്ല, മറ്റ് മദ്ഹബിലേക്ക് ചാടാൻ പറ്റില്ല. ഇതൊറ്റ അഭിപ്രായമാണ്, ഹദീത്താണ്. അപ്പോൾ ദയ്യൂസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആര് മാറിയാലും പ്രിയപ്പെട്ടവരെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ സൗകര്യം ഉപയോഗിച്ച് തന്നെയാകാം ഭൂരിഭാഗവും ഇത്തരം വ്യഭിചാരങ്ങൾ, വ്യഭിചാരം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എന്തോ സംഭവമായിട്ടല്ല. അൽ ഐനാനി സിനാഹുമന്നലുറു, കണ്ണിൻ്റെ വ്യഭിചാരം, കണ്ണ് വ്യഭിചരിക്കുകയാണ്. നീ നോക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീ നോക്കി ആസ്വദിക്കുക. അത് ചിലപ്പോൾ നീ തന്നെ കാശ് കൊടുത്ത് വാങ്ങി വീട്ടിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന സ്ക്രീനിലാകാം, LCDയിലാകാം. നിൻ്റെ മക്കൾ ഒരുപക്ഷെ നീ കാണാതിരിക്കാം, നിൻ്റെ മക്കളും കുടുംബവും ഇരുന്നിട്ട് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക. അല്ല കാണാൻ പാടില്ലെന്ന് പറഞ്ഞതിനെ കാണാൻ നീ പരമാവധി വലിയ സ്ക്രീൻ മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് മക്കളെ കാണിക്കുന്നത്. നിൻ്റെ പേര് ദയ്യൂസ് എന്നാണ്.
നെറ്റിയിൽ വലിയ വട്ടത്തിൽ നിസ്കാര തയ്യുമ്പൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊന്നും അള്ളാഹിൻ്റെ നോട്ടസ്ഥലമല്ല. അള്ളാഹു നോക്കുന്നത് നിൻ്റെ ഈ പ്രവർത്തനത്തിലേക്കാണ്. വളരെ മോശമാണ്, ഒരിക്കലും ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഭാര്യ മക്കളുടെ തിന്മകൾ, ഹറാമുകൾ, പ്രത്യേകിച്ച് ഇത്തരം വികാര വിചാരങ്ങളുണ്ടാകുന്ന നോട്ടങ്ങൾ, ആസ്വാദനങ്ങൾ, അതിനെ മുണ്ടാതിരിക്കുന്നവർ, ഞാൻ പറഞ്ഞ കേൾക്കില്ല ഉസ്താദേ, ഞങ്ങളുടെ പേരെ ഞാൻ പറഞ്ഞ കേൾക്കില്ല, അവരങ്ങനെയായിപ്പോയി, ഞാനല്ല അവർ തന്നെയാണ്. മിനിമം അള്ളാഹുൽ ഈമാൻ എന്താണെന്നറിയോ? മനസ്സുകൊണ്ട് പരമാവധി കൈകൊണ്ട് തടയാൻ, നാവുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. രക്ഷയില്ലാത്ത ഘട്ടം വരുമ്പോൾ മനസ്സുകൊണ്ട് വെറുത്ത അള്ളാഹുവേ, ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ അതിനു വേണ്ടി പണിയെടുത്തില്ല, അവർ സ്വമേധയാ ഒരുങ്ങിയവരാണ്, രക്ഷയില്ല. ചുമ്മാ കയറൂരി വിട്ടിട്ട് ഞാൻ എന്താ ചെയ്യുക അല്ലാ, ഇപ്പം എല്ലാ പിള്ളേരും ഇങ്ങനെയല്ലേ അല്ലാ, ഇതൊന്നും അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ പറ്റുന്ന വാക്കല്ല. മാക്സിമം നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടും നടപടിയാകാത്ത അള്ളാഹിൻ്റെ പരീക്ഷണമായി കുറച്ചങ്ങനെ ഉണ്ടാകും. എന്താ ചെയ്യുക? അത് മനസ്സുകൊണ്ടെങ്കിലും ആ തിന്മയോട് വെറുപ്പ് കാണിച്ച്, എങ്ങനെ വെറുപ്പ് കാണിക്കുക? അതിൻ്റെ സെൻറ്ററിൽ നമ്മളല്ലേ ഇരിക്കുന്നത്. ഇപ്പറ ഭാര്യ, ഇപ്പറ മക്കൾ, മടിയിൽ പിള്ളേരിയ്ക്കുക, പിന്നെ എങ്ങനെയാണ് നമ്മൾ മാറുക? നമ്മളിതിൻ്റെ സെൻറ്റർ ബിന്ദുവാണ്. ഉണ്ടാകാൻ പാടില്ല. ദ യൂത്ത് എന്നാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് അവർക്കത് സൗകര്യം ചെയ്തു കൊടുക്കുക. ദ യൂത്ത്, സ്വർഗപ്രവേശനം ഇല്ല. പിന്നെ പറയുന്നത് വർറജുല, ആണിൻ്റെ ഡ്രസ് കോഡ് ധരിക്കുന്ന, കോലം കെട്ടുന്ന പെണ്ണ്, അത് തീർച്ചയായിട്ടും സ്വർഗപ്രവേശനത്തിന് അവകാശമില്ലാത്തവരാണ്. ഒരു പക്ഷേ നമ്മുടെ ഭാര്യയാകാം, നമ്മുടെ മോളാകാം, നമ്മുടെ പേരക്കുട്ടിയാകാം. ആണിൻ്റെ ഡ്രസ് കോഡ് ധരിക്കുന്നവർ, ഒരു കുട്ടി അവർക്ക് തമീസ് എത്തിക്കഴിഞ്ഞാൽ, കണ്ടാൽ ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു പ്രായത്തിലേക്ക്, പ്രത്യേകിച്ച് പ്രായപൂർത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഇസ്ലാമിക വസ്ത്ര സംവിധാനങ്ങൾ വേണം, ഡ്രസ് കോഡ് വേണം, ഇസ്ലാമിൻ്റെ യൂണിഫോം വേണം. ഔറത്ത് മറയ്ക്കുന്ന സംവിധാനം, ഔറത്ത് പൊതിഞ്ഞാൽ പോരാ. ഇന്നിപ്പോൾ ഔറത്ത് പൊതിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. പരമാവധി ഇത് എത്രയുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആളുകൾക്ക് ശഹൂത്തുണ്ടാക്കുന്ന രീതിയിലുള്ള കോലം കെട്ടലുകൾ. അത് ചിലപ്പോൾ പർദ്ദയായിരിക്കും, ചിലപ്പോൾ നിസ്കാരം, ഏത് വകുപ്പായിക്കോട്ടെ, അത്തരം സംവിധാനങ്ങൾ പറ്റൂല, ദീനിൽ പറ്റൂല. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ ടീഷർട്ട്, ബനിയൻ കൊള്ളില്ലാത്ത വസ്ത്രമൊന്നുമല്ല. അത് ആൺകുട്ടികളിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും, നല്ല സെറ്റപ്പാണ്, കാണാൻ നല്ല ലുക്കാണ്. പക്ഷേ ആ ആൺകുട്ടികളുടെ വസ്ത്രം, പുരുഷന്മാരുടെ വേഷവിധാനം, സ്ത്രീകൾ നമ്മുടെ പെൺമക്കളിലേക്ക് വരുമ്പോൾ അത് അറുബോറനാണെന്ന് മാത്രമല്ല, അവർക്ക് അത് വാങ്ങിക്കൊടുക്കുന്നവർ നരകം വാങ്ങിക്കൊടുക്കുന്ന പോലെയാണ്, സ്വർഗത്തിൽ പോകണ്ടെന്ന് വാശി പിടിക്കുന്നത് പോലെയാണ്. പ്രശ്നമാണ്, അള്ളാഹിൻ്റെ മുന്നിൽ ഉത്തരവാദിയാകേണ്ടി വരും, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മാക്സിമം നമ്മളുടെ മാനസികാവസ്ഥ എന്ത്, നമ്മുടെ പ്രവർത്തനം എന്ത്, അള്ളാഹു നോക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, അത് നഷ്ടമാകരുതെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും, വിവേകത്തോടെ, വികാരം നിയന്ത്രിച്ച് വിവേകത്തോടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും, അത് കുടുംബത്തിന് ബോധ്യപ്പെടാനും അതൊരു തൗഫീഖാണ്. മക്കൾക്ക് അതിനോടാണ് ഇഷ്ടം, ദീനിയായ ചുറ്റുപാടിനോട് ഇഷ്ടമുണ്ട്, അത് വലിയ തൗഫീഖാണ്. അങ്ങനെയുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി തരട്ടെ, വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ്.
تبشرنا بما فيها وفيها